വെൽക്കം ബാക്ക്. അന്ന് നമ്മളെല്ലാവരെയും വന്ന് മാത്സ് ഒക്കെ കാണിച്ച് ഞങ്ങളെ അതിശയിപ്പിച്ചിട്ട് പോയതാണ്. അപ്പൊ വീണ്ടും അതിലും വലിയ നമ്പറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പം വി ആർ റെഡി ഫോർ ദ മാജിക്. യെസ്. ഞാനിപ്പോൾ ജഡ്ജസിന്റെ കയ്യിൽ 3 എൻവലപ്സ് കൊടുക്കുകയാണ്. ഓക്കെ. ജഡ്ജസിന് അതിൻ്റെ അകത്ത് 2 പേപ്പേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. പ്ലെയിൻ പേപ്പേഴ്സ് ആണ്. ജഡ്ജസിന് മനസ്സിൽ തോന്നുന്ന ഇഷ്ടമുള്ള 2 അക്ക സംഖ്യ, ഇഷ്ടമുള്ള 2 അക്ക സംഖ്യ ആ പേപ്പറിൽ എഴുതാം. 2 പേപ്പറിലും എഴുതാം. അതിൽ ഒരു പേപ്പർ ആ എൻവലപ്പിനകത്തോട്ട് തിരിച്ചു വെച്ചിട്ട് ഗോപികയുടെ കയ്യിൽ കൊടുക്കണം. മറ്റേ പേപ്പർ ജഡ്ജസ് കയ്യിൽ തന്നെ വെക്കുക. സെയിം ഡിജിറ്റ്സ് തന്നെ 2 പേപ്പറിലും എഴുതണം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഗോപിക ആ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്നീഷ്യന്റെ കൈ കൊടുക്കണം. ടെക്നീഷ്യൻ ആ നമ്പറിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആയിരിക്കും സ്ക്രീനിൽ വരിക. ആ നമ്പർ നോക്കിയിട്ട് യു വിൽ ടെൽ ദി എക്സാക്ട് നമ്പർ അല്ലേ? ഓക്കെ, ശരി. ആ മൾട്ടിപ്ലിക്കേഷൻ കണ്ടിട്ടായിരിക്കും അവർ എഴുതിയത് ഏതാണ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഞാൻ 3 എൻവലപ്സ് തന്നോട്ടെ. അപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി ഞാൻ പറയണം. ഇപ്പോൾ അതൊക്കെ എഴുതിയിരിക്കുന്ന നമ്പർ 22 ആണെങ്കിൽ 22 × 22 × 22 ഇതിന്റെ ആൻസർ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അത് ഏതാ നമ്പർ എന്ന് വിവേക് പറയും. ഓക്കെ, അപ്പം ഫസ്റ്റ് നാദിക്കയുടെ നമ്പർ 79. അയ്യോ, ഞാൻ നമ്പർ പറഞ്ഞൊന്ന് കഴിഞ്ഞൊരു സെക്കൻഡ് പോലെ ടൈം ഉണ്ടായിരുന്നില്ല. 79 കറക്റ്റ് ആണല്ലേ ഇക്ക? അപ്പൊ നമുക്കൊന്ന് അത് നോക്കാം. നാദിക 79 × 79 × 79 പ്ലീസ്. ഓ, അതിനു മുന്നേ പറഞ്ഞു കഴിഞ്ഞു. സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ. സിദ്ദിഖ് സാറിന്റെ നമ്പർ, ആ സം എത്രയാണ് നമുക്കിപ്പോ നോക്കാം. ഓക്കെ, 970299. സിദ്ദിഖിക്ക് സാറിന് ഏറ്റവും ഇഷ്ടമുള്ള നമ്പർ 99 ആണോ? ആണോ? അയ്യോ, ഓക്കെ, അത് ചെക്ക് ചെയ്യണം. 99 × 99 × 99 പ്ലീസ്. 99 × 99 ചെയ്യുമ്പോൾ നമുക്ക് 9801 എന്ന് കിട്ടും. ഇൻറ്റു 99 ചെയ്യുമ്പോൾ 970299. 970299. സൂപ്പർ. ഓക്കെ, ഇനി മാമുക്കായ സാറിന്റെ നമ്പർ എത്രയാന്ന് നോക്കാം. യെസ്, 438976. 438976. 76 ആണോ? 76 ആണ്. 76 × 76 × 76 പ്ലീസ് ഒന്ന് കാണിക്കൂ. 76 × 76 5776 ആണ്. 5776 ഇൻറ്റു 76 ചെയ്യുമ്പോൾ 4389. ഇവിടെ എത്തി, ഇതുവരെ എത്തിയില്ല. 438976. ഇപ്പോഴെങ്കിലും എത്തുവോ? അവസാനം അവരെത്തി. സൂപ്പർ. ഇനി നെക്സ്റ്റ് വൺ എന്താ? അപ്പോൾ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് നാഷണൽ റെക്കോർഡ് കിട്ടിയ ഒരു ഐറ്റം തന്നെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആക്ടിന്റെ പേര് പ്രോഗ്രഷൻ എന്നാണ്. അതായത് നമ്മൾ മനക്കണക്കിലെ വിവിധ മേഖലകളിൽ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞൊരു മേഖലയിലാണ് എനിക്ക് നാഷണൽ റെക്കോർഡ് കിട്ടിയത്. അപ്പോൾ ആ ഒരു ആക്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എനിക്ക് ജഡ്ജസിന്റെ അടുത്തുനിന്ന് വീണ്ടും 2 ഡിജിറ്റ് നമ്പേഴ്സ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം നാദിർഷയ്ക്ക് അടുക്കുന്നതിനെ തുടങ്ങാം. നാദിർഷയ്ക്ക, എനിക്ക് ഇഷ്ടമുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ പറയണം. 52. അപ്പോൾ ഞാൻ 52 എന്നുള്ള നമ്പറിനെ ഇവിടെ കണ്ടിന്യൂസ്ലി 52ന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ പോവുകയാണ്. 52 + 52 നമ്മൾ അതിനുശേഷം അതിനെ വീണ്ടും ആ നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യും. കണ്ടിന്യൂസ്ലി അങ്ങനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ശരിയാണോ എന്ന് നമുക്ക് കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പ് വേണം. തുടങ്ങാം. ജഡ്ജസ് ചെക്ക് ചെയ്തോളേ. 52 104. 208. 416. 832. 1664. 3328. 6656. 13312. 26624. 53248. 106496. 212992. 425984. 851968. 1703936. 340787. 681574.
ഈശ്വര, എനിക്ക് വയ്യ. താങ്ക് യു. മാമുക്കോയ സർ? 72. ഞാൻ ഏറ്റവും സ്പീഡിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ആണോ ഞാനാണോ ആദ്യം പറഞ്ഞു തരുന്നത്? നമുക്കൊന്ന് ഓക്കെ, അത് ഇപ്പൊ തന്നെ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. എന്നാലും നോക്കാം. 72. 144 288 576 115 2304 4608 91 184 32 3666 73 72 1474 56 2949 12 58 24 1179 46 4996 48 2359 296 4798 592 9437 184 9437 184 ഇവിടെ എത്തിയില്ലേ? 9437 184 വന്നില്ല കേട്ടോ. Right. 9437. എന്റെ അമ്മേ. ഒന്നും പറയാനില്ല കേട്ടോ. കാൽക്കുലേറ്റർ ഒന്ന് മാറ്റി വെക്കൂ പ്ലീസ്. അതിവിടെ വേണ്ട. കാൽക്കുലേറ്റർ ആമായി. അപ്പൊ ഒരു ഹാർഡായിട്ടുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് രണ്ടാമത്തെ നാഷണൽ റെക്കോർഡ് കിട്ടിയ ഐറ്റമാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ചെയ്തത് കണ്ടിന്യൂസ്ലി ഒരു നമ്പർ 3 ജഡ്ജസും പറഞ്ഞ നമ്പർ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത ഞാൻ കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അയ്യോ, മൾട്ടിപ്ലൈ ചെയ്യാൻ 2 ഡിജിറ്റ്. ആ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഗുണിക്കുന്നതിനാണ് അല്ലേ? ഓക്കെ, ശരി. 99. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി 99 എന്നുള്ള നമ്പറിനെ 99 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 99 × 99 ചിലപ്പോൾ നമുക്ക് 9801 എന്ന് കിട്ടിയോ? 9801. 99 × 99 9801 into 99 is equal to 970299. Yes. 96059 Yes. 95099000499. Yes. 941480149401. എന്റെ അമ്മേ. Yes. 93206534790699. അയ്യോ, അതെ, ആളം തോന്നുന്നു. 92274469442799201. Yes. Double yes. 913517247483640899. Superb. Yes. 904382075008804490001. Oh yes. 8953825425871644510099. Superb. Yes. 88638487129280658801. Excellent. Yes. 87752102299896799878522129. Spentabulous. Yes. 86874 Yeah. 581276897830797369086001. Yes. Marvelous. 860058 3546 4128 953 595499. Yes. 8514 577710 94875 6396 450 144 1198 401. Oh yes. ഈ ഒരു ആക്ട് വേൾഡിൽ ആദ്യമായിട്ട് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിലൂടെയാണ് എനിക്ക് ഇന്ത്യയുടെ ഗണിതമാന്ത്രികൻ എന്ന പേര് കിട്ടിയത്. ഹിസ്റ്ററി TV ആണ് ആ പേര് തന്നത്. ഹാറ്റ്സ് ഓഫ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതൊന്നും അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സൂപ്പർ. സിദ്ദിഖ് സർ? ഇതൊരു എന്താ പറയുക, ഇതൊരു ജീനിയസ് എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ആളാണ്. ഇനിയും വലിയ വലിയ മേഖലകൾ കീഴടക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സിദ്ദിഖ് സർ. താങ്ക് യു സർ. മാമുക്കോയ സർ? ഇതൊരു അപാരമായ കഴിവ്. ചില ആളുകൾ, ചില കുട്ടികളുണ്ട്, ലോകത്തുള്ള എല്ലാ ഈ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റുമാർ പേരും ഒറ്റയായിട്ട് പറയും. അല്ല, അവർ പഠിച്ചിട്ടോ ഓർമ്മയായിട്ടോ അവർക്ക് ആരാണെന്താണെന്ന് ഒന്നും അറിയില്ല, അങ്ങനെ പറഞ്ഞോളൂ. അതുപോലത്തെ ഒരു സിദ്ധി ഇതാണിത്. അല്ലാതെ കാൽക്കുലേറ്റ് ഇതൊന്നും പറയല്ല. താങ്ക് യു സർ. ദൈവാനുഗ്രഹം ഒരുപാട് ലഭിച്ച ഒരു പ്രതിഭയെ നമ്മൾ കാണുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തോട്ട് എല്ലാത്തിലും മാത്സിൽ ഫസ്റ്റ് ആണോ? അതെ, മാത്സിന് നല്ല മാർക്കായിരുന്നു. ആണോ? പക്ഷേ എപ്പോഴും ഈ കണക്കിലെ കഴിവ് വികസിപ്പിച്ചപ്പോഴും ആഗ്രഹം സ്റ്റേജിലെത്തിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ് അഗെയിൻ. ഇനിയും വരണം. ഞങ്ങൾ ഇതുപോലെ പലരും ഇതുപോലെ കാണുമ്പോഴായിരിക്കും എല്ലാവർക്കും മാത്സിനോടൊരു ഇഷ്ടമൊക്കെ വരുന്ന കുട്ടികൾക്കായാലും. അപ്പോൾ വീണ്ടും വരിക. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.